യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതി വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിക്കൊണ്ടു മരിച്ചവരന്നു മശിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7 മണി മുതൽ 7 വരെ നടത്തപ്പെടുന്ന ദൈവരാജ്യം എന്ന പ്രോഗ്രാമിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതെ, ഈ രാവിലെ സമയം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു എന്ന് ഈ രാവിലെ സമയം നാം മറന്നുപോകാതിരിക്കട്ടെ. ഈ പകൽക്കാലത്തെ നമ്മുടെ വചന ചിന്തയ്ക്കാൻ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. ഈ വേദപശ്ചാത്തലം കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതായ ഒരു ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ വേദവചന ചിന്തയിൽ പ്രാർത്ഥനയെക്കുറിച്ചും സ്നേഹിക്കുന്ന കരുതുന്ന പിതാവിനെ കുറിച്ചും നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. മനുഷ്യന്റെ അസാധ്യതകൾ ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ വേദിയാകുന്നു എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ സമയം നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ദൈവം എല്ലാവർക്കും പിതാവാകുന്നു. അത്യുന്നതനായ ദൈവം എല്ലാവർക്കും പിതാവാകുന്നു. ദൈവം സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. മാനവികത എന്ന് മനുഷ്യൻ വിളിച്ചു പറയുന്നതായ ഈ വിഷയം മനുഷ്യ ചരിത്രത്തോളം നീളമുള്ളതാണ്, മനുഷ്യ ചരിത്രത്തോളം വ്യാപ്തിയുള്ളതാണ്. മനുഷ്യ ചരിത്രം ആരംഭിക്കുന്ന കാലം മുതൽ മാനവികതയും വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. എങ്കിലും ഇന്നും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാനോ ഉച്ചനീചിത്വങ്ങളെ പൂർണ്ണമായും പരിഹരിക്കുവാനോ നേതാക്കന്മാരെ കൊണ്ടോ ഗവൺമെന്റുകളെ കൊണ്ടോ സാധ്യമല്ലാതിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയാണ്, ദൈവം എല്ലാവർക്കും പിതാവാകുന്നു. ഈ മാനവികതയിൽ ഏറ്റവും അധികം എടുത്തു പറയുവാനുള്ള കാര്യം, ദൈവം പിതാവാകിയാൽ മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനും മനുഷ്യർ പരസ്പരം ക്ഷമിക്കുവാനും സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായി ജീവിക്കുവാനുമുള്ള തുല്യാവകാശം വിശുദ്ധ ബൈബിൾ സകല മനുഷ്യർക്കും പ്രഖ്യാപനം ചെയ്യുകയാണ്. ബൈബിളിലെ മറ്റൊരു ഭാഗം കൂടെ ഈ അവസരം എടുത്ത് പ്രസ്താവിക്കട്ടെ. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പൗലോസ് ഏഥൻസ് നഗരത്തിൽ ചെന്നിട്ട് അവിടെയുള്ള മതഭക്തരായ നല്ല ഭക്തരായ ഒരു കൂട്ടം ജനത്തെ കണ്ടുകൊണ്ട് അവരുടെ മധ്യ പ്രസംഗിക്കുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരം എടുത്തു പറയുന്നു. നിങ്ങൾ അതിഭക്തിയുള്ള മനുഷ്യരാകുന്നു. അതെ, മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും ഉൾക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധകരമായ കാര്യമാണ് ഭക്തി എന്നുള്ള വിഷയം. ഏത് മനുഷ്യനും ഏതെങ്കിലും ഒന്നിനോട് ആദരവും ഭക്തിയുമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവർക്കും എപ്പോഴും ഏതെങ്കിലും ഒരു വസ്തുവിനോടോ അതുല്യനായ സർവശക്തനായ ദൈവത്തോടോ ഭക്തിയും ബഹുമാനവും എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുക, മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം അനുസരിച്ച് ആ ഭക്തി കുടികൊള്ളുന്നുണ്ട്. അത് വിശുദ്ധ വചനം പറയുക. ആകയാൽ അന്ന് ആ ഏദൻസ് നഗരത്തിലുണ്ടായിരുന്ന ആ ജനത്തോട് അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഭക്തിയുള്ള മനുഷ്യരാകുന്നു. എന്നാൽ പൗലോസ് യേശുവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ്, യേശുവിനെ കുറിച്ച് പറയുന്ന ഒരാളാണ്. ആ പൗലോസ് അവിടെയുള്ള ജനത്തിന്റെ അവസ്ഥ കൊണ്ട് പറയാണ്, നിങ്ങൾ ഭക്തിയുള്ള ജനമാകുന്നു. അതെ, മാനവികതയുടെ ശ്രദ്ധകരമായ കാര്യം ഒന്ന് മാത്രമാണ്, മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ വെക്കണം. ഉള്ളതായ നല്ല മനസ്സ് മാനവികത നമുക്ക് നൽകി തരുന്നു. അതെ, ദൈവം പിതാവായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്ന ആ പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് സകല മനുഷ്യയും ഒരുപോലെ കാണുവാനും സകല മനുഷ്യയും സ്നേഹിക്കുവാനും ആദരിക്കുവാനും കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയുന്ന കാര്യമാണ്. നിങ്ങൾ അതിഭക്തന്മാരെന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്ന അവസരത്തിൽ യു ആർ വെരി റിലീജിയസ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്നാണ് അപ്പോസ്തലൻ പൗലോസ് അവിടെ എടുത്തു പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബഹുമാനവും ആദരവും പിടിച്ചു പറ്റുവാൻ കഴിയുമാറ് ഭക്തിയുള്ള മനുഷ്യരായിരിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയാൽ താങ്കൾ ഏത് നിലയിൽ കഴിയുന്ന വ്യക്തിയായിരുന്നാലും ഇന്ന് രാവിലെ സമയം ദൈവം താങ്കളെ കരുതുന്നു. ദൈവം താങ്കൾക്കും പിതാവാണ്. ആ ദൈവത്തിന്റെ ആ സ്നേഹം താങ്കളെ മാടി വിളിക്കുകയാണ്. താങ്കൾ ആദരവിനും ബഹുമാനത്തിനും യോഗ്യയായിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. ആ വിശുദ്ധ വചനത്തിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നു, ദൈവം സ്വർഗത്തിന് ഭൂമിക്കും നാഥനാകുന്നു. ദൈവം സ്വർഗത്തിന് ഭൂമിക്കും നാഥനാകുന്നു. ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മാനവികത എന്നുള്ള വിഷയത്തിൽ ഏറ്റവും അധികം മനുഷ്യനെ സ്പർശിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇതിലൊക്കെയും ഈ സകല സൃഷ്ടിക്കും കാരണഭൂതനായിരിക്കുന്ന ഒരാളുണ്ട്. ആ അത്യുന്നതനായ ദൈവത്തിന് മാത്രമേ സകലക്കും ഒരു നാഥനായി ഒരു പിതാവായി പാണ്ടക്കണം സാധ്യമായി തീരുകയുള്ളൂ. എന്നെ കേൾക്കുന്ന താങ്കൾക്ക് 6 ഏക്കർ വസ്തു ഉണ്ടെന്ന് ഇരിക്കട്ടെ. താങ്കളെ ഈ 6 ഏക്കർ വസ്തുവിന്റെയും ഉടമസ്ഥാവകാശം താങ്കളുടെ മക്കളായിരിക്കുമ്പോൾ അതിനുള്ളതായ സകല സ്വത്തിന്റെയും ക്രയവിക്രയത്തിന്റെ അവകാശം മുഴുവനും ഗവൺമെന്റ് താങ്കൾക്ക് തന്നിരിക്കുമ്പോൾ താങ്കൾ അതിൽ ഊറ്റം കൊള്ളുന്ന അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നാം എന്ന് വസിക്കുന്ന ഈ ഭൂമിയും അതുള്ള സകലത്തെയും ജീവനുള്ളതും അല്ലാത്ത സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം തന്നെ ഇങ്ങനെ പറയുകയാണ്, അവൻ ആകാശത്തിനും ഭൂമിക്കും അതുള്ള സകലത്തിനും നാഥനാകുന്നു. നാഥൻ എന്ന് പറഞ്ഞാൽ സകലത്തെയും പോറ്റി പുലർത്തി സ്നേഹിച്ചു കൊണ്ട് നടക്കുവാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ഭാര്യയെയും മക്കളെയും ഒരുപോലെ സ്നേഹിച്ച് കൊണ്ടു നടക്കുവാൻ പ്രാപ്തിയുള്ള നല്ല മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ കുടുംബനാഥനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. ഭാര്യയെ ഉപദ്രവിക്കുന്നവരും മക്കളെ സ്നേഹിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്കും കുടുംബനാഥൻ എന്നുള്ള ആ നല്ല പേരിന് പൂർണ്ണ അർത്ഥത്തിൽ യോഗ്യതയില്ല. ആ കുടുംബനാഥൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ സ്വന്തം കുടുംബത്തെ നന്നായി സ്നേഹിച്ച് പരിപാലിച്ച് പോഷിപ്പിച്ച് കൊണ്ടു നടക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. സ്വർഗസ്ഥനായ ദൈവത്തെ കുറിച്ച് വിശുദ്ധ വചനം ഇങ്ങനെ പറയുകയാണ്, ദൈവം ആകാശത്തിനും ഭൂമിക്കും നാഥനാകുന്നു. ജീവനുള്ള സകലത്തിനും ആഹാരം കൊടുക്കുവാൻ കഴിയുന്നവനാണ്.